പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥം ബൈബിൾ സ്റ്റഡിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അവിടുത്തെ സന്നിധിയിലിരുന്ന് അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ, സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അവിടുത്തെ വചനം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് കൂടുതലായി പഠിക്കുവാനും വീണ്ടും ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് വചനം പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞു നിന്ന് ആ വചനം പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ദൈവകൃപ നൽകി ബലപ്പെടുത്തണം. ഗാനം ആലപിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാകണം. പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ ഞങ്ങൾ ആരംഭിക്കട്ടെ. എല്ലാ കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് പോലെ വിശ്വാസ ജീവിതത്തിലെ, ക്രിസ്തീയ ജീവിതത്തിലെ വിജയവും പരാജയവും എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ സുവിശേഷകൻ MC ചെറിയാൻ കൊട്ടാരക്കര അവറുകൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ വിഷയം കർത്താവിൻ്റെ ദാസൻ ബാക്കി ഭാഗം എടുക്കുകയാണ്. 5ാമത്തെ ക്ലാസ്സാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. എന്നാൽ അതിനു മുമ്പ് ഒരു ഗാനം കേട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങി വരാം. പ്രിയമകൾ അദീന കല്ലിശ്ശേരി ഒരു ഗാനം ആലപിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബ്രദർ മാമൻ കുര്യൻ തിരുവാൻഡ്രം എഴുതിയ എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം പ്രിയമകൾ ആലപിക്കും. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രിയമകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
വളരെ അർത്ഥവത്തായ അനുഗ്രഹീതമായ ഒരു ഗാനം, നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഗാനം. നമുക്ക് വേണ്ടി ദൈവം വാസസ്ഥലം ഒരുക്കുന്നുണ്ട് എന്ന പ്രത്യാശയോടെ വീണ്ടും നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ, വിശ്വാസ ജീവിതത്തിലെ വിജയവും പരാജയവും അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ക്ലാസ് എടുക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിവിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൽവറിനാഥം മിനിസ്ട്രിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന ബൈബിൾ സ്റ്റഡി വീണ്ടും നമുക്ക് കണ്ടുമുട്ടുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇടയാക്കിയതോർത്ത് അധികമധികമായി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയിൽ 5ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരുവാൻ കൊണ്ട് ഇടയായി തീർന്നിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതം ജയവും പരാജയവും എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ആണ് ഈ ക്ലാസ് എടുക്കുവാൻ കൊണ്ടും ഇടയായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 4 ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. 5ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവകൃപയുടെ പ്രവൃത്തി. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുകയും നന്മകളെ കൊണ്ട് നിറയ്ക്കുകയും പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നമ്മെ നടത്തുകയും ചെയ്യുവാൻ ഇടയായി തീരുന്ന ഒരു സംഗതിയാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ആ ദൈവകൃപ അനുഭവിച്ച് അറിയുവാനും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാനും ഇടയായി തീരുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും പരാജയത്തിൻ്റെ ഭയങ്കരതയിലേക്ക് വീഴ്ത്തപ്പെടുവാൻ ഇടയായി തീരുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ക്ലാസ്സിലൂടെ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിനാധാരമായി നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ അതിൻ്റെ 10 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനും അവൻ്റെ വചനത്തെ നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് നൽകുവാനും ഇടയായിത്തീരുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന വാക്യമാണ് നമുക്കിവിടെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. എങ്ങനെയാണ് ഈ വലിയ ദൈവകൃപ നമുക്ക് നല്ലവനായിരിക്കുന്ന കർത്താവ് നൽകുന്നത് എന്നത് നമ്മൾ ഓർക്കണം. ദൈവകൃപ എന്ന് പറയുമ്പോൾ കൃപ എന്താണ് അത് നമ്മൾ ഓർക്കണം. അനർഹമായ സ്ഥാനത്ത് ദൈവം നമ്മോട് കാണിക്കുന്നതായിരിക്കുന്ന ദയയാണ് ദൈവത്തിൻ്റെ കൃപ. നമ്മളിതിനൊന്നും അർഹതപ്പെട്ടവരല്ലായിരുന്നു. എന്നാൽ ദൈവം നമ്മെ യോഗ്യന്മാരായി അർഹരായി എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ പ്രത്യേകതയാണ് കൃപയുടെ ബഹുത്വം കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിന് കാരണമായി തീരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നാം രക്ഷയുടെ ഉറപ്പും അതിൻ്റെ ബോധവും പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയുന്നവരും അതിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഓർക്കുന്നവരുമായിരിക്കണം എന്നതാണ് ഈ കൃപയുടെ ഒരു പ്രത്യേകതയായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രത്യേകമായിരിക്കുന്ന കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ അത് അനുഭവിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. രക്ഷയെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന ബോധമുണ്ടാകണം. ഞാൻ ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ചിന്തിച്ചു. പാപത്തിൻ്റെ ഭീകരമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നിബന്ധിച്ചവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും വീഴ്ത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നവർ ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജീവിതത്തിൻ്റെ ജയത്തിലേക്ക്, പരാജയത്തിൽ നിന്നുള്ളായിരിക്കുന്ന നന്മയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ഈ സ്വർഗീയ പിതാവിന്, നല്ലവനായിരിക്കുന്ന രക്ഷകനായിരിക്കുന്ന കർത്താവിന് സാധ്യമായി തീർന്നു എന്നത് നാം ഈ സമയത്ത് ഓർക്കണം. അവിടെയാണ് നമ്മുടെ ജയം
കുറിക്കൊള്ളുവാൻ ആരംഭിക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്നത്. നമുക്കറിയാം, ഈ ദൈവകൃപ എന്ന് പറയുമ്പോൾ ആ കൃപ അനുഭവിച്ചറിയണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കേവലം വായ കൊണ്ട് പറയുക മാത്രമല്ല, പ്രവൃത്തി ജീവിതത്തിൽ അവയെ അന്വർത്ഥമാക്കി തീർക്കുവാനും നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാക്കി തീർക്കേണ്ടത് ആവശ്യമാണ്. ദൈവം കൃപയാൽ തന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്താണ് രക്ഷ? നിത്യമരണത്തിൽ നിന്നുള്ളായിരിക്കുന്ന വിടുതൽ, നിത്യമായിരിക്കുന്ന നാശത്തിൽ നിന്നുള്ളായിരിക്കുന്ന വിടുതൽ, നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്നുള്ളായിരിക്കുന്ന വിടുതൽ, ഇവയൊക്കെയും രക്ഷയ്ക്ക് കാരണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് കൃപയാലാണ് ലഭിച്ചത്. അത് യാതൊരു അർഹതയുമില്ലാതെ പാപത്തിൻ്റെ പടികുഴിയിൽ നിബദിപ്പാൻ കൊണ്ടം കിടന്നു. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി, എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു. നല്ലവനായിരിക്കുന്ന കർത്താവിനെ അനുഗമിക്കുന്ന, രക്ഷയുടെ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ പ്രത്യേകമായിരിക്കുന്ന നന്മയെ അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവർ തന്നെ ആയിരിക്കണം. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈ കൃപ ആര് തന്നതാണ്? ഇത് രക്ഷകനായിരിക്കുന്ന ദൈവം തന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ നിന്ദിക്കുന്ന സ്വഭാവമുള്ളവരാണ്, അത് നമുക്കറിയാം. ദൈവം മനുഷ്യൻ്റേതായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ അവയെ ഓർക്കുന്നതും അവയെ ശപിക്കുന്നതും ദൈവത്തെയാണ്. ദൈവത്തെ നിന്ദിക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഏതാണ്ട് 11 കാര്യങ്ങൾ ഈ പ്രത്യേകതയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ളായിരിക്കുന്ന മനുഷ്യൻ്റെ ആ പ്രത്യേകമായിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒന്ന്, ദൈവത്തെ ശപിക്കുക. കാര്യം സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ ശപിക്കുന്ന ഒരു സ്വഭാവം. ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും ആ രക്ഷകനായിരിക്കുന്ന അവയെ ദാനമായിട്ട് തന്നവനെ ശപിക്കരുത്, അവനെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നീ തരുന്ന ശോധനയായാലും വേദനയായാലും നന്മയ്ക്കായിട്ട് മാത്രം കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് കഷ്ടമായാലും, അത് നഷ്ടമായാലും, അത് നന്മയായാലും, അത് അനുഗ്രഹമായാലും ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഒരു ദൈവ പൈതൽ ഒരുങ്ങണം. ഇല്ല എങ്കിൽ അവൻ ക്രിസ്ത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യമായി തീരും എന്നത് സംശയരഹിതമായി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മാറിപ്പോകുന്ന ഒരു സ്വഭാവം മനുഷ്യനിലുണ്ട്. അത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരാജയമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, ദൈവത്തെ ശപിക്കുക. രണ്ട്, ദൈവത്തെ ഉപേക്ഷിക്കുക. എനിക്ക് ഈ ദൈവത്തെ വേണ്ട. ഞാൻ സ്നേഹിച്ച ദൈവമാണെങ്കിൽ, എന്നെ വിളിച്ച ദൈവമാണെങ്കിൽ, രക്ഷ എനിക്ക് തന്ന ദൈവമാണെങ്കിൽ അവൻ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെയല്ലേ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ദൈവത്തെ ഉപേക്ഷിക്കരുത്. അവൻ തന്നെ നമ്മുടെ കാര്യസ്ഥൻ, അവൻ തന്നെ നമ്മുടെ രക്ഷകൻ. അവനാണ് നമ്മെ വിളിച്ചതും നമ്മെ ഈ നിലയിൽ ആക്കി തീർത്തവനും എന്ന് ഓർക്കണം. അവനെ ഉപേക്ഷിക്കുവാൻ ഇടയായി തീർന്നാൽ ക്രിസ്ത്യ ജീവിതം പരാജയത്തിലേക്ക് നിവദിപ്പാൻ ഇടയായി തീരും. മൂന്നാമത്തെ കാര്യം അവനെ എതിർക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും എതിർത്ത് കളയുന്ന ഒരു സ്വഭാവം നമുക്കെവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ഓ, ഇവനാണോ ദൈവം? ഇവൻ എന്ത് സാധിക്കും? ഇവൻ കണ്ടില്ലേ കാണിച്ചു വെക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എൻ്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചിലപ്പോൾ പറയുവാൻ ഇടയായി തീർന്നു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവത്തെ എതിർക്കാതെ ദൈവമായിട്ട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് പോകുവാൻ കൊണ്ടും ഇടയായി തീരും. നാലാമതായിട്ട് അവനോട് വിരോധം പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേകത കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ചിന്തിക്കും, ഞാനവനെ കണ്ടിട്ടുണ്ടോ? നിങ്ങളവനെ കണ്ടിട്ടുണ്ടോ?
അവൻ്റെ രൂപം എന്താണ്, അവൻ്റെ ഭാവം എന്താണ്, അവൻ്റേതായിരിക്കുന്ന പ്രകൃതി എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അവനോട് വിരോധം പ്രകടിപ്പിക്കുവാൻ സന്നദ്ധരായി തീരുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തിന്? അവർ വഷളന്മാരായി മ്ലേച്ഛമായി നീതികേട് പ്രവർത്തിക്കേണ്ടതിന്. വളരെ വ്യക്തമായി സങ്കീർത്തനത്തിൽ ആ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് വിരോധം പ്രകടിപ്പിക്കരുത്. അങ്ങനെയായി തീർന്നാൽ ക്രിസ്ത്യ ജീവിതം പരാജയത്തിലേക്ക് പോകുവാൻ തക്കൊണ്ടും ഇടയായി തീരും. അഞ്ചാമതായിട്ട് അവനെ തള്ളിപ്പറയുന്ന ഒരു പ്രത്യേകത മനുഷ്യജീവിതത്തിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഏത് വിധമായിരിക്കുന്ന കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നാലും എൻ്റെ കർത്താവ് തന്നെയാണ് എൻ്റെ രക്ഷകൻ, അവനാണ് എനിക്ക് സർവസ്വവും എന്ന് പറയുവാൻ ഇടയായിത്തീരണം. അവനെ തള്ളിക്കളയരുത്. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ അവനെ തള്ളി, എങ്കിലും അനുദപിച്ച് മുൻപോട്ട് വന്നു പത്രോസ്. എന്നാൽ യൂദയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യൂദയ്ക്ക് കിട്ടിയതായിരിക്കുന്ന ആ അവകാശവും പണവും അവന് കിട്ടിയതായിരിക്കുന്ന നന്മയും അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതിയുടെ പ്രത്യേകമായിരിക്കുന്ന ഏതെങ്കിലും വഴിയിൽ ചെന്നെത്താൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എന്തു ചെയ്തു? തന്നെത്താൻ കെട്ടിഞ്ഞാന്ന് ചത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, തള്ളിപ്പറയുന്നതായിരിക്കുന്ന വ്യക്തികളെ വലിയവനായിരിക്കുന്ന കർത്താവ് സ്നേഹത്തോടെ നോക്കുവാൻ, കാണുവാൻ, അവരെ ആശ്ലേഷിക്കുവാൻ, അവരുടെ അരികിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രക്ഷകൻ എന്നത് നമ്മൾ ഓർക്കണം. മറ്റൊന്ന് കാര്യം, ആറാമത്തെ കാര്യം, അവനെ അനാദരിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിന് ഒരിക്കലും അത് യോഗ്യമല്ല. ദൈവത്തെ അനാദരിക്കരുത്, ദൈവത്തെ ആദരിക്കണം. ദൈവവുമായിട്ടുള്ളായിരിക്കുന്ന ബന്ധം നിശ്ചിതമായിരിക്കുന്ന നിലയിൽ അതിനെ സ്വീകരിപ്പാൻ കൊണ്ടും ഇടയായിത്തീരുന്ന ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ അവനെ ആദരിക്കുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയരെ, എന്നെ ശ്രവിക്കുന്നതായിരിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അവനെ അനാദരിക്കരുത്, അവനെ ആദരിക്കണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിരിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഏഴാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മനസ്സില്ലാ മനസ്സോട് അവനെ പ്രതിജ്ഞാബദ്ധരായി തീർന്നു എന്ന് പറയരുത്. നമ്മുടെ സ്വമനസ്സോടെ ആയിരിക്കണം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ. വല്ലവരും നിർബന്ധിച്ചതുകൊണ്ട്, മറ്റ് പ്രിയപ്പെട്ടവരുടെ പ്രേരണാശക്തി കൊണ്ട് അല്ല നമ്മൾ ദൈവത്തെ അറിയുന്നത്, ദൈവത്തോട് അടുക്കുന്നത്, ദൈവവുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. അത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയിൽ മാത്രമായിരിക്കണം. മനസ്സില്ലാ മനസ്സോടെ അവനെ സ്നേഹിപ്പാൻ ഇടയാകരുത്. എട്ടാമതായിട്ട്, അവനെ ആരാധിക്കുന്നതിന് പകരം മറ്റ് പലതിനെയും ആരാധിക്കുവാനുള്ളായിരിക്കുന്ന പ്രേരണാശക്തി ഉണ്ടാകും. അത് കാഴ്ചയുടെ പ്രത്യേകതയാണ്. എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടു, എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തു, ഞാനത് ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ പാതയിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുന്നതിന് പകരം മറ്റു പലതിനെയും ആരാധിക്കുന്നു. മതത്തെ ആരാധിക്കുന്നവരുണ്ട്, പ്രതിമകളെ ആരാധിക്കുന്നവരുണ്ട്, മറ്റു പലതിനെയും ആകാശത്തെ ആരാധിക്കുന്നവരുണ്ട്, നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, ജലാശയങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇവയൊക്കെയും നിർമ്മിച്ചവനെ വാക്കുകൾ കൊണ്ട് ഉളവാക്കപ്പെടുവാനിടയായി തീർന്ന മറ്റൊന്നുമില്ല, മറ്റൊരുത്തനുമില്ല. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അവനെയാണ് ആദരിക്കേണ്ടത്, അവനിലാണ് ശരണപ്പെടേണ്ടത്. ഇതിന് ഭംഗം വന്നാൽ ജീവിതം, ക്രിസ്ത്യ ജീവിതം പരാജയത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കൊണ്ടും ഇടയായിത്തീരും. മറ്റ് ഒൻപതാമത്തെ കാര്യം, വ്യാജാരാധനയിൽ സംബന്ധിക്കരുത്. ദൈവകൃപ അനുഭവിച്ച ഒരു വ്യക്തി, വാസ്തവമായിട്ട് രക്ഷകനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി വ്യാജാരാധനയിൽ സംബന്ധിക്കരുത്. ഇന്ന് ഏറ്റവും അധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് വ്യാജാരാധന എന്ന് പറയുന്നത്. അത് വ്യർത്ഥമാണ്, അതിനൊന്നും യാതൊരു അർത്ഥവുമില്ലാത്തതാണ്.
കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നല്ലവനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നോ? ഒരു വരപ്പുകാരനുണ്ടായിരുന്നോ? ഇങ്ങനെയുള്ളായിരിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടായിരുന്നോ? ഏതൊന്നിനെയും വരച്ചു വെച്ച് ഒരു മനുഷ്യാകൃതി കൊടുത്തിട്ട് അത് ഇന്നാര് എന്ന് പറഞ്ഞ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇന്നാരെന്ന് പറഞ്ഞ് അല്ലെ ഇന്നവളെന്ന് പറഞ്ഞ് അതിനെ നമസ്കരിക്കുന്ന ഒരു പ്രത്യേകതയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ്. അവയെ കൊണ്ടു നടക്കുന്ന ഒരു പ്രത്യേകതയിലേക്ക് മാറിയിരിക്കുകയാണ്. ധരിക്കുന്ന വസ്ത്രത്തിലും ധരിക്കുന്ന ആഭരണത്തിലും അവയുടെ രൂപങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യാജാരാധനയിൽ സംബന്ധിക്കരുത്. അത് പരാജയത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയത്തിലല്ല, വിജയത്തിലേക്ക് തന്നെ നയിക്കണം. 10ാമതായിട്ട്, വിഗ്രഹാരാധനയിൽ സമയം ചിലവഴിക്കരുത്. വലിയവനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നാം സന്തോഷത്തിൻ്റെ പരിപൂർണത അനുഭവിപ്പാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ, വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, ദൈവകൃപ അനുഭവിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? അവർ ജീവനുള്ള ദൈവത്തെ മാത്രമേ സേവിക്കാവൂ. അല്ലാത്തവർക്ക് സംഭവിക്കുന്ന എന്താണ്? തിരുവെഴുത്തിൽ വായിക്കുന്നു, അവയ്ക്ക് കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ചെവിയുണ്ടായിട്ട് കേൾക്കുന്നില്ല, വായുണ്ടായിട്ട് സംസാരിക്കുന്നില്ല, മൂക്കുണ്ടായിട്ട് മണക്കുന്നില്ല, കൈയുണ്ടായിട്ട് പ്രവർത്തിക്കുന്ന സ്പർശിക്കുന്നില്ല. ഇവയൊക്കെ ഈ മിഥ്യാമൂർത്തികളത്രേ. ഒരു ദൈവ പൈതൽ പരാജയത്തിലേക്ക് നയിക്കപ്പെടുവാൻ കൊണ്ടും ഇടയായി തീരുമ്പോൾ ഓർത്തുകൊള്ളണം, ജീവനുള്ള ദൈവത്തെ വിട്ടതുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിപ്പാൻ ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതം പരാജയത്തിനല്ല, നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് തന്നെ നയിക്കുവാൻ വിജയലാളിതനായി തീർന്ന, വിജയശോഭിതനായി തീർന്ന ക്രിസ്തു നമ്മുടെ കരത്തിന് പിടിച്ചിട്ടുണ്ട്. അവൻ നമ്മെ കരത്തിന് പിടിച്ച് നടത്തുകയാണ് പ്രിയരെ. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവ എൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെറുപ്പാൻ ആർക്കും ഒരു നാളും കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധം ഓരോ വിശ്വാസികളെയും ഭരിക്കുവാൻ ഇടയായി തീരണം. അങ്ങനെയായി തീർന്നാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യ ജീവിതം പരാജയമല്ല, ക്രിസ്ത്യ ജീവിതം വിജയത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. 11ാമത്തെ കാര്യം, അതിക്രമങ്ങളിലും പാപങ്ങളിലും നാം കഴിയുവാൻ നമ്മളെ ഒരിക്കലും ദൈവം അനുവദിക്കരുത്. ഒരിക്കലും അതിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ ജീവിതം ക്രിസ്ത്യ ജീവിതമാണ്, ജയത്തിൻ്റെ ജീവിതമാണ്. ക്രിസ്തുവിൽ മാത്രം നൽകപ്പെടുന്നതായിരിക്കുന്ന സമാധാനത്തിൽ വിജയികളായി തീരുവാൻ കൊണ്ടും ഇടയായി തീരുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പരാജയം ഉണ്ടാകയില്ല. ക്രിസ്തുവിനാൽ മാത്രം നൽകപ്പെടുന്നതായിരിക്കുന്ന സമാധാനം അവൻ നമ്മളിൽ തന്നിരിക്കുകയാണ്. ഈ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം അവൻ നമ്മുടെ സമാധാനമാണ്. 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളെയും കൽപ്പനകളെയും ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞു. അവൻ എൻ്റെ സമാധാനം. ഈ സമാധാനം ലഭിച്ച ദൈവത്തിൻ്റെ പൈതലേ, നീ പരാജയത്തിലേക്ക് പോകുവാൻ കാരണമായി തീരുന്ന 11 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു കഴിഞ്ഞു. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ വീണു പോകാനിടയായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യ ജീവിതം പരാജയം എന്ന് മാത്രമേ പറയുവാൻ കഴിയൂ. ക്രിസ്ത്യ ജീവിതം ജയകരമെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. ക്രിസ്തു എൻ്റെ സമാധാനമാണ്, അതുകൊണ്ട് എന്ത് തന്നാലും എന്ത് ചെയ്താലും ഞാൻ അവൽ നിന്ന് മാറിപ്പോകയില്ല എന്ന് പറയുവാൻ കൊണ്ട് ഇടയായിത്തീരണം. കാരണം എന്താണെന്നറിയാമോ? നാം ആരായിരുന്നു? നാം ദൂരസ്ഥരായിരുന്നു, നാം ദൈവത്തിൽ നിന്ന് വേർപെട്ടവരായിരുന്നു. 11-12 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മെ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കൈകളാലുള്ളതായിരിക്കുന്ന പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവർ അഗ്രചർമ്മികർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശി
പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു. നോക്കുക, ഈ വിധമായിരിക്കുന്ന കാര്യങ്ങൾ അധീനരായിരുന്ന നമ്മെ നല്ലവനായിരിക്കുന്ന കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, അവൻ്റെ വകയാക്കി തീർത്തുവെങ്കിൽ ക്രിസ്ത്യ ജീവിതം പരാജയപ്പെടുവാനല്ല, ക്രിസ്ത്യ ജീവിതം വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിലേക്ക് നമ്മെ നല്ലവനായിരിക്കുന്ന കർത്താവ് ക്ഷണിച്ച് ഉന്മേഷമുള്ളവരാക്കി നിർത്തുകയാണ്. പിന്നെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്, കാണുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തു നമ്മെ ദൈവത്തിന് സമീപസ്ഥരാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ കാണുന്നുണ്ട്, 13-ാം വാക്യം നോക്കുക, 2-ാം അധ്യായത്തിൻ്റെ. നിങ്ങളിപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നമ്മൾ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഈ രക്തം പാപക്കറകളെ കഴുകിയ രക്തമാണ്. 1 യോഹന്നാൻ 1:7 നമുക്കറിയാം, കാണാതെ അറിയാം അല്ലേ? അതെ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രക്തത്തിൽ നമ്മെ ശുദ്ധീകരിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ ആ രക്തം നമുക്കൊരു കാര്യം കൂടെ ചെയ്തു തന്നു, ദൈവത്തോട് സമീപസ്ഥനാക്കി തീർക്കുവാനിടയായി തീർന്നു. സ്വർഗത്തിന് സമീപസ്ഥരാക്കി തീർക്കുവാനിടയായി തീർന്നു. ദൈവമക്കൾക്ക് സമീപസ്ഥരായി തീരുവാനിടയായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പോരാ, സ്വർഗീയ ദൂതന്മാർക്ക് സമീപസ്ഥരായി തീരുവാൻ വലിയവനായിരിക്കുന്ന കർത്താവ് ഇടയാക്കി തീർത്തിരിക്കുകയാണ്. ക്രിസ്തു നമ്മെ ദൈവത്തിന് സമീപസ്ഥരാക്കി തീർത്തു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് എന്താണ് കാരണം? ക്രിസ്തു നമ്മുടെ സമാധാനമായി തീർന്നതുകൊണ്ട്, ക്രിസ്തു നമ്മെ നിരപ്പിച്ചതുകൊണ്ട് ഈ പ്രത്യേകതയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി. മറ്റു പലതിനും അടിമകളായി, മറ്റു പലതിൻ്റെയും പിന്നാലെ ഓടി നടന്ന് നമ്മെ വലിയവനായിരിക്കുന്ന കർത്താവ് ദിവ്യ സമാധാനത്താൽ നമ്മെ അവൻ്റെ വകയാക്കി തീർത്തു, ദൈവത്തിൻ്റെ പൈതലാക്കി തീർത്തു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, ദൈവസഭയുടെ അംഗമായി തീർത്തു. പരാജയം അല്ല നമ്മളുടെ ജീവിതത്തിൽ, ഒരു വിജയമാണ് ആവശ്യം. ആ വിജയത്തിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് നമുക്ക് വരുന്നതൊക്കെയും സഹിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റ് ജീവിപ്പാനിടയായി തീർന്നാൽ പരാജയപ്പെട്ടു പോകുകയില്ല, വിജയം തന്നെ കൈവരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. നമ്മൾ ആരായിരുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കണം. ദൈവസഭയിൽ നിങ്ങളുടെ പ്രധാന സ്ഥാനം, വേല, ഇവയൊക്കെ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി. അതാണ് ദൈവസഭ. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി. ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെയോ പുതിയ പൗരത്വത്തിൻ്റെയോ ആ പ്രത്യേകമായിരിക്കുന്ന ദിശയിലേക്കല്ല, എന്നാൽ അതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു പുതുതായിരിക്കുന്ന നന്മയിലേക്ക്, ഒരു പുതുതായിരിക്കുന്ന ദേശത്തിലേക്ക്, ഒരു രാജ്യത്തിലേക്ക് തന്നെ നമ്മെ കൊണ്ടുവന്നു. ഏതാണ് ആ രാജ്യം? ആ രാജ്യം സ്വർഗരാജ്യമാണ്. ആ രാജ്യം നന്മയുടെ രാജ്യമാണ്. അതുമാത്രമല്ല, പൗരന്മാരാക്കി വിശുദ്ധിയോടെ നമ്മെ നിലനിർത്തിയിരിക്കുന്നു. ആർക്ക് പൗരന്മാരാക്കി? ദൈവത്തിന് പൗരന്മാരാക്കി. കേവലം മനുഷ്യർക്കല്ല. മനുഷ്യൻ കാണുന്നത് പോലെ അല്ലല്ലോ ദൈവം കാണുന്നത്. ദൈവത്തിന് പൗരന്മാരാക്കി വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എണ്ണിയെങ്കിൽ, നമ്മെ ആക്കി തീർത്തുവെങ്കിൽ, ആ പ്രത്യേകത നമ്മൾ ധരിച്ചുവെങ്കിൽ നമ്മൾ പരാജിതരല്ല, നമ്മൾ പൂർണ്ണ വിജയിതരായി തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവത്തെ ഓർക്കുവാൻ ഇടയായിത്തീരുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. ഞാൻ ഈ ലോകത്തിൻ്റെ ഭവനക്കാരനല്ല. ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ജനിപ്പിച്ചതായിരിക്കുന്ന മാതാപിതാക്കളുടെയും ഒന്നും ഭവനക്കാരനല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരനാണ്. 19-ാം വാക്യം അത് നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ഇനിയും അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ പൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവത്തിന് പൗരത്വം സ്വീകരിച്ചവരും ദൈവഭവനത്തിൻ്റെ അവകാശികളും ആയിത്തീർന്നിരിക്കുന്നു. അതുകൊണ്ട് പരാജയമല്ല, ഒരു വിജയം നമ്മുടെ മുൻപിൽ കണ്ടു, വിജയം നമ്മുടെ മുൻപിൽ ഒരുക്കി
ആ വിജയത്തിലേക്ക് തന്നെ ഓരോ വ്യക്തികളും കടന്നു പോകണം. നിരാശപ്പെടരുത്. അതുമാത്രമോ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കെട്ടിടം ആക്കി നമ്മെ തീർത്തു. 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. എത്ര ശ്രേഷ്ഠതയാണ് തന്നിരിക്കുന്നത്! പരാജയം അതിൻ്റെതായിരിക്കുന്ന വഴികളിലൂടെ നട്ടം തിരിയുവാൻ അല്ലെങ്കിൽ നയിക്കുവാൻ കൊണ്ട് ഇടയായി തീരുമ്പോൾ നമ്മൾ ആരായി തീർന്നിരിക്കുന്നു? ദൈവത്തിൻ്റെ കെട്ടിടമായി, ദൈവത്തിൻ്റെ പണിയുടെ ആ പ്രത്യേകമായിരിക്കുന്ന വിളക്കായി നമ്മെ ആക്കി തീർത്തിരിക്കുന്നു. പിന്നെയും നമ്മൾ കാണുന്നത് വളരുന്ന ആ സജീവ വസ്തുവാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. മുരണ്ടു പോകുവാനല്ല, തളരിടുന്ന ആ അവസ്ഥയ്ക്ക് ഭംഗം വരുത്തുവാനല്ല, താഴേക്ക് വേരൂന്നി മുകളിലേക്ക് വളർന്ന് ഫലം കായ്ക്കുന്നവരായി നമ്മെ തീർത്തിരിക്കുന്നു. അങ്ങനെ ഫലം കായ്ക്കണമെങ്കിൽ പരാജയത്തിൽ നിന്ന് മോചനം നേടണം, വിജയത്തിലേക്ക് കടന്നു വരേണം. അതുമാത്രമാണ് വലിയവനായിരിക്കുന്ന കർത്താവ് അതിനുവേണ്ടി നമ്മെ ഒരുക്കട്ടെ. പിന്നെയും കാണുമ്പോൾ ലോകവ്യാപകമായിരിക്കുന്ന ആ വിശുദ്ധ മന്ദിരമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. ആരൊക്കെ നമ്മെ കാണുന്നു, ആരൊക്കെ അറിയുന്നു? ലോകത്തിൽ ചിലപ്പോൾ നമ്മെ കാണുന്നവർ പൂച്ഛിക്കും, നമ്മെ കാണുന്നവർ നിന്ദിക്കും, നമ്മെ കാണുന്നവർ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയും. എന്നാൽ സ്വർഗത്തിലോ നമ്മെ പേരെഴുതി അംഗീകാരം ലഭിച്ചിരിക്കുന്നതുകൊണ്ട്, വിജയകരമായിരിക്കുന്ന നന്മയിലേക്ക് നമ്മെ നയിച്ചിരിക്കുന്നത് കൊണ്ട് സ്വർഗം സന്തോഷിക്കും. സ്വർഗം സന്തോഷിക്കും. സന്തോഷത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ എല്ലാവിധമായിരിക്കുന്ന സ്ഥാനമാനങ്ങളും തന്ന് നമ്മെ നിലനിർത്തുവാൻ, നമ്മെ പരിപാലിക്കുവാനും ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്കൊരു കാര്യം ഓർക്കാം: നമ്മൾ ലോകത്തിനുള്ളവരല്ല, സ്വർഗീയ ഭവനത്തിൻ്റെ അവകാശികൾ, പൗരന്മാര് ആയിരിക്കുന്നു എന്നത് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ആ ദൈവത്തെ സേവിച്ചും ആ ദൈവത്തെ അനുകരിച്ചും ആ ദൈവത്തെ പിൻചെന്നും നമുക്ക് മുൻപോട്ട് പോകുവാൻ കൊണ്ടും ഇടയായി തീർന്നാൽ ദൈവസ്നേഹം എന്ത് എന്ന് നമുക്ക് വെളിപ്പെടുവാൻ കൊണ്ടും ഇടയായി തീരും. ഞാനിതിവിടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം സ്നേഹവാനാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ആ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹനിധിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്, അവൻ നമ്മുടെ സംരക്ഷകനാണ്. മത്തായി 6-ന്റെ 25. പിന്നീട് നാം കാണുന്നത് അവൻ നമ്മുടെ സഹായകനാണ്, അവൻ നമ്മളെ കരുതുന്നവനാണ്, നമ്മളെ ശിക്ഷണത്തിൽ വളർത്തിയെടുക്കുന്നവനാണ്, സാഹിത്യത്തോടുകൂടി നമ്മെ നടത്തുന്നവനാണ്, മാർഗദർശിയാണ്, കൂട്ടായ്മയുടെ പരിപാലനത്തിൽ നമ്മെ നിലനിർത്തുന്നവനാണ്. അതുമാത്രമോ നമുക്ക് വേണ്ടതെല്ലാം തന്ന് ആ പ്രിയരെ നമ്മെ നടത്തുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ നന്മകളെ തരുന്ന ദൈവം എത്ര ഉന്നതനും ശ്രേഷ്ഠനും എന്ന് ഓർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായിരിക്കുന്ന കർത്താവ് വേണ്ടതായിരിക്കുന്ന എല്ലാ വഴികളും ഒരുക്കി തന്ന് ക്രിസ്തീയ ജീവിതം ജയത്തോടെ നടത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ചതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന വഴികളിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാനും പഠിക്കുവാനും ഇടയാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും അവയെ ഒരുക്കത്തോടു കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നത് കൊണ്ടും നമുക്ക് ദൈവത്തിന് കൂടുതൽ മഹത്വം കരയേറ്റാം. ഈ ക്ലാസ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ഉത്തേജിതരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരാമം കുറിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ നിലയിൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവം ശക്തമായിട്ട് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതം വിജയത്തിലേക്ക് കുതിക്കുന്ന ഒരു പാതയാണ്. പരാജയങ്ങളുടെ നേട്ടമല്ല, പരാജയങ്ങളുടെ കൂമ്പാരമല്ല. പരാജയപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഓടിച്ചെല്ലുവാൻ ആശ്രയമായിരിക്കുന്ന ഒരേ ഒരാൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ പാദത്തിൽ ശരണപ്പെട്ട് നമുക്ക് നിൽക്കാം. ഈ കർത്താവ് യേശു ക്രിസ്തു
നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പാപപരിഹാരയാഗം ഒരുക്കിയ വ്യക്തിയാണ്. മരിച്ചു അടക്കപ്പെട്ടുവെങ്കിലും ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ സ്നേഹവും ആദരവും ബഹുമാനവും തന്നെയായിരിക്കണം. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതം പരാജയങ്ങളിൽ നിന്നും പരാജയത്തിലേക്ക് പോകാനുള്ളതല്ലല്ലോ, എനിക്ക് വിജയിക്കണം. അതിന് കർത്താവെ, എൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളും അവിടുന്ന് ക്ഷമിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണം. എൻ്റെ ജീവിതത്തെ സമൂലം അവിടുന്ന് രൂപാന്തരപ്പെടുത്തണം. എൻ്റെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അവിടുന്ന് മാറ്റിത്തരണം. ഈ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാനായിട്ട് ഇടയാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ദൈവ പൈതലാണ് നാം ഓരോരുത്തരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിച്ച് വിജയത്തിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം നിങ്ങൾ അനേകർക്ക് അയച്ചു കൊടുക്കുക. അവരും ദൈവവചനം പഠിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രി സമയത്തിനാടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇതുവരെയും അവിടുത്തെ സന്നിധിയിലിരുന്ന് വചനം പഠിക്കുവാൻ, ചിന്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് നാഥ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വചനം പഠിപ്പിക്കുവാൻ അവിടുത്തെ ദാസിന് ബലം നൽകിയതിനായിട്ട് സ്തോത്രം. ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞു നിന്ന് ആ വചനം പഠിപ്പിക്കുവാൻ കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം. അടുത്ത ആഴ്ചകളിലും അനേക സ്ഥലങ്ങളിലും കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ അവിടുത്തെ ദാസിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സ്തോത്രം. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർ ഹൃദയത്തിലും അത് പ്രവർത്തിക്കുവാനിടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്, അവരെയും ദൈവം അനുഗ്രഹിക്കണം. ഗാനം ആലപിച്ച പ്രിയമകൾക്കായിട്ട് സ്തോത്രം. ദൈവം ഏറ്റവും അനുഗ്രഹിക്കണം, ദൈവകൃപയിൽ പൊതിയണം. പ്രാർത്ഥനയുടെ പ്രത്യാശയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായിട്ട് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവിൻ്റെ ഇഷ്ടവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.